കണ്ണാളൊരു சொல்லடி സോറി മനു, ഞാൻ കണ്ടില്ല. ഇതിനൊക്കെ എന്തിനാണ് സോറി ആശയ? ഇതൊക്കെ ഒരു രസമല്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പോയി ഇരിക്കാൻ പറ്റില്ല. എന്താ ആശയ, നല്ല രസത്തിൽ ഞാൻ ഒന്നുകൂടെ വരാം. വേണ്ട വേണ്ടെന്നേ, വേണ്ട പോവാ, വേണ്ട. ഇവളെന്നെ ജാക്കി സ്ട്രഫ് ആക്കും. കണ്ടോണേഷൻ ഫീസ് ഇറക്കണ്ടേ? നീ മറക്കുന്ന എനിക്കറിയാം. നീ കുറച്ചു പാട്ടിലാണ്ട് ഞങ്ങൾക്ക് പാട്ടിലാണ്ട്. നീ ഏത് പാട്ട് പാടിക്കൊടുത്തോണ്ടിരുന്നെ? സുന്ദരി അല്ല ഷൈന. അലസാ കൊലസാ പെണ്ണ് പാടിക്കൊടുക്കുന്നത് അവന് നല്ലത്. നല്ല പാട്ടല്ലേ? അലസാ കൊലസാ പെണ്ണ് അവളിടിനിക്കൊരു പീസ് എന്നൊരു വിചാരമേ ഉള്ളൂ. പഴയ പോലെ സ്നേഹമില്ലട്ടാ. പോ ഷൈന, എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. അസൈൻമെന്റ്സ് ഒക്കെ ചെയ്തിരുന്നോ? ഇല്ലടാ, ഇനിയുണ്ട് കൊറേ. നീ എഴുതിയോ? ഞാൻ തൊട്ടിട്ടില്ല. നീ ഫുഡ് കഴിച്ചോ? നീ ഫുഡ് കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. നീ കഴിച്ചാ? ഷൈന, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇതെന്താ? അവന് വരാൻ കണ്ട നേരം. എടാ അതെ, നീ 4 വന്ന കുട്ടീനെ കണ്ട? ഏതാണ്? ഞാൻ കണ്ടൊന്നും. അവക്ക് എന്നോടൊരു പാളിച്ചില്ലേന്നൊരു ഡൗട്ട്. എന്തിട്ട് പാളിച്ചത്? കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. അവളെന്നെ ശരിക്കും നോക്കിടാ. നീ കണ്ടില്ലല്ലേ? കളി കണ്ടു നോക്കിയിരിക്കും. നീ പോ. എടാ സീരിയസ് ആയിട്ട്. എടാ നീ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി താടാ പ്ലീസ്. നീ എന്തിട്ട് പറയണത്? ഒരു പെണ്ണ് നോക്കിന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ലൈനെന്നാ? നിനക്ക് ഒരു നെയ്ക്കുണ്ട്. ഞാൻ തന്നെ ഷായനൊക്കെ എന്ത് കഷ്ടപ്പെട്ട് വളച്ചെടുത്തെന്ന് അറിയാലോ. ഓ, എന്നാലും നീ എനിക്കൊന്ന് സെറ്റാക്കി താ. പുതിയ 2 വിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നീ സെറ്റാക്കി തരോ? നീ സെൻഡ് ചെയ്. അവനെവിടെ? അവനോട് ഉണ്ട്. നീ മാർക്ക് പഠിക്കാൻ പോവാ. എന്തുട്ടണം? എടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ ലെറ്റിലെ കുട്ടി അതിന് സെറ്റ് ആക്കണോടാ. അപ്പൊ ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞില്ലേ? നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാ? അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പ് ആക്കണോടാ. എങ്ങനെ സെറ്റപ്പ് ആക്കാനാ നിന്റെ മോന്ത വെച്ചിട്ട്? ഇല്ലടാ, ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻ ഉണ്ട്. അതെ, സംഭവിച്ചു കഴിഞ്ഞാ അവളൊന്ന് വരും. അപ്പൊ നിങ്ങൾ 2 പേരും കൂടി അവളെ റാഗ് ചെയ്യണം. റാഗ് ചെയ്ത് കരയിക്കണം. കരയിപ്പിക്കോ? അത് മതി, അത് മതി. കരയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനിതൊന്നും അറിയാത്ത പോലെ ലാസ്റ്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. എന്നിട്ട് ഞാൻ പതുക്കെ എൻ്റെ ഈ ടവലെടുത്ത് അവളോട് പറയും, കുട്ടി ഈ സുന്ദരമായ കണ്ണുകൾ ഒന്ന് തുടയ്ക്കും. എങ്ങനെയുണ്ട്? ഈ ചീക്കട്ട ടവലും കൊണ്ട് അവള് മൂക്കട്ട പോലും തൂക്കൂല. ഇതല്ല, സോറി. ഇന്ന് രാവിലെ മേടിച്ചാടാ. പ്രൈസ് ടാഗ് കുറച്ചാളാ. എങ്ങനെയുണ്ട്? നല്ല സ്ഥലത്തേലും കുടമ്പലിരിപ്പുണ്ട്. നിനക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടോ? അതേ അവള് അപ്പുറത്തെ 2ാമത്തെ. ഈശോയെ അടിപൊളി ആക്കണേ. ഒരു മയത്തിലൊക്കെ വന്നിട്ട് വെറുതെ കരയിക്കണം. എന്താ പേര്? ടീന. നിന്റെ പേരെന്താ? ആര്യ നമ്പൂതിരി. ആര്യംപുരിന്ന്? നമ്പൂരിയാന്ന്? ഏതിലെത്തിയ? മേമന ഇല്ലത്തെ വാമന നമ്പൂരിയാണോ കുട്ടിയുടെ അച്ഛൻ? ആണെങ്കിൽ തനിക്കെന്താ? മൂക്കത്താണല്ലോ കുണ്ടി. സീനിയേഴ്സിനോട് കുറച്ച് ബഹുമാനമൊക്കെ ആവും. അവളോട് നീ ഏതാ ബാച്ച്? സെക്കൻഡ് സിവിൽ. പാട്ട് പാടോ? നീ പാട്ട് പാടാറിയാം. അതിനത് ചിരിക്കണത്? ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ? ഇല്ല. ഏത് പാട്ടാ പാടാ? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ഇതൊന്ന് കാസ്റ്റ് അടിയാ. മലയാളം മതി. പാടാം. താഴെ വേണോ, മോളി വേണോ? മൊത്തത്തിൽ വേണ്ടി വരും എന്നല്ല പറഞ്ഞേ. കുട്ടി കുട്ടി വേണ്ട. അത് താൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കൂ. മോളു മോളു ഇത് മതി, ഇത് മതി. എനിക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് പാടാം. പാടാവേ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം
കരച്ചില് തുടങ്ങി. കർത്താവേ ഓക്കെ ആക്കണേ. പാമോളൂ അവന്മാർ കരയിപ്പിച്ച് കൊന്നുണ്ടാവും. ഒരെണ്ണം കൂടെ. അല്ല താളം തുള്ളാൻ വാ, കല്ലിൽ കൊട്ടാൻ വാ, താളം തുള്ളാൻ വാ, കല്ലിൽ കൊട്ടാൻ വാ. എന്താ അവിടെ കോളേജിൽ റാങ്ക് അലോടെല്ലാം അറിയില്ലേ? അത് ഈ കുട്ടീനോട് പറ. ഇത് റാഗ് ചെയ്തതല്ല, ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടതാ. അല്ല ചേട്ടാ? അതെ മോളെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നന്നായിട്ട് പാട്ട് പാടും കേട്ടോ കുട്ടി. ആണോ? ഈ പാട്ടും പരിപാടിയൊന്നും ഇവിടെ പറ്റില്ല. കൊണ്ട് പേടിക്കണ്ട കേട്ടോ. കുട്ടി വന്നോളൂ, ഞങ്ങൾ ക്ലാസ്സിലാക്കാം. ഇനി പാട്ട് കേൾക്കണം തോന്നുന്നു പറഞ്ഞാ മതിട്ടോ, ഞാൻ വരാം. കേട്ടോടത്തോളം മതിയായി മോളെ. നന്നായിട്ട് പാടൂല്ലേ? ഞാനും പാടും. അവനെ കൊല്ലാതെ മതിയായിരുന്നു. എന്താ പേര്? ടീന. ടീന. ഞാൻ ടൈസൺ. ക്രിസ്ത്യനാണോ? അതെ. ആർസി ആണല്ലേ? എന്തേ? ഒന്നുമില്ല. ടീന ടൈസൺ, ടൈസൺ ടീന. നല്ല മാച്ച് ഉണ്ട് പൊക്കോട്ടെ. കേട്ടോ. പിന്നെ ടീന, ഇനി ആരെങ്കിലും റാഗ് ചെയ്യാൻ വന്ന ടൈസൻ്റെ ആളെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടോ. എന്ത്? അല്ല, കുട്ടിയുടെ സ്മാർട്ട്നെസ് കൊള്ളാം. ആശേ, ഞാൻ ആകെ നിരാശയിലാണ് ആശേ. പറ, ആകെയുള്ള പ്രത്യാശ ആശയാണ്. അവസാനം കൂതാശയാവരുത്. നത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, നത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സേ ആസ്വദിക്കൂ പെണ്ണേ പാലന്നു തായോ, പാലത്തിലൂടെ പാലങ്ങു വായോ. പാൽക്കാരി പെണ്ണേ പാലന്നു തായോ, പാലത്തിലൂടെ പാലങ്ങു വായോ. പപ്പയുടെ പാടിയ പാട്ടൊന്ന് കേട്ടോ, പാടയിട്ടോട്ട് ഓടല് കേട്ടോ. സൈലൻസ് സൈലൻസ്. അയ്യോ സാറാണ്. പ്രൊഫഷണൽ സ്റ്റുഡൻസിന് ആദ്യം വേണ്ട ഡിസിപ്ലിൻ ആണ്. കീപ് സൈലൻസ്. സിറ്റ് ഡൗൺ. ശരി സാർ. ഞാൻ ഇവിടെ നിന്നോട്ടെ. It is necessary to provide ventilation for sewers. ഇതോ കഷ്ടപ്പാടാ ഷൈന. ഈ മാക്കാച്ചിമോറിനൊക്കെ ഓടിക്കണ്ടേ? ഗുഡ് മോർണിംഗ് മിസ്. ഹരി എന്തായി, വരച്ചോ? എന്റെ വരച്ച് കഴിഞ്ഞു. നിന്റെ അല്ല എന്റേത്. ഞാൻ ഇന്നലെ വരയ്ക്കാൻ തന്നില്ലേ? നമുക്ക് ക്ലാസ്സിൽ കാണാം. എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ സമയം ഇപ്പൊ തന്നെ വേണം. നിന്റെ നോക്കി വരയ്ക്കാൻ വാങ്ങിച്ചത്. ഞാനേ നോക്കി വരയ്ക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഹരി. ഓക്കെ ചൈന, ബൈ. പറഞ്ഞു ശരി. ബൈ ബൈ ബൈ. എടാ ഞാൻ നോക്കി വരയ്ക്കാൻ വാങ്ങിച്ച. ഞാൻ നോക്കി വരയ്ക്കാൻ വാങ്ങിച്ച. ഞാൻ ടീനയുടെ അടുത്ത് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തപ്പോ ഇവൻ എന്താ എന്നെ വിളിച്ചേ? മൊണ്ണാന്ന്. ഞാൻ മൊണ്ണാന്ന് വിളിച്ചിട്ടില്ല. ഇവൻ എന്താ വിളിക്കണ്ടേ? ഡബിൾ മൊണ്ണൻ. ഡബിൾ മൊണ്ണ. ചമ്മലട നീ, ചമ്മല നീ, ചമ്മല നീ, ചമ്മല നീ. നിന്റെ ഒരു വര. ഗുഡ് ഡ്രോയിങ് ഷാന. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു. ട്രോഫിയാ കാശ് കൊടുത്തോടിച്ചായിരിക്കും. ബഹുമാനക്കുറവാണല്ലേ? ശരിയാക്കി തരാം. നീയൊക്കെ സിവിലാണെന്ന് പറയുന്നതേ അപമാനം. കൊണ്ടുപോയി ശരിക്കും വരച്ചിട്ട് വാ. സാറേ വരച്ചിട്ടുണ്ട് സാറേ. ഔട്ട് ഔട്ട്. ഓടിച്ചോടി. സൈൻ കിട്ടിയോ? ഉണ്ടേട്ടി. ആശയ ഒരു മിനിറ്റ്. ആരാ കൊടുക്കണെന്ന്? എന്താ കാര്യം? ഇതും കൂടി ഒന്ന് സൈൻ ചെയ്ത് പഠിക്കോ? അവസാനം പണിയാവോ? പണിയൊന്നാവില്ല. പണിയാവോ? അതവള് ഡീൽ ചെയ്തോളൂ. ഇങ്ങോട്ട് നീക്ക്. പണിയാവോ? ഇതൊരൊക്കെ കുത്തുന്നുണ്ടല്ലോ. സ്റ്റാഫ് റൂമിൽ പോയി നോക്കാം. ഇപ്പൊ പോണോ സാർ? ഇവിടെ പോടോ വേഗം. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്.
സുഖാണോ ആശേ? ആ സുഖാണ് സർ. ആശയില് നല്ല ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. അയ്യോ സാറോട് വരച്ചിട്ടില്ല. അത് കുഴപ്പമില്ല, ഇനി വരയ്ക്കാനുള്ളതല്ലേ. താങ്ക് യു സർ. അയ്യോ, ബൈ. ചുരിദാറിന് ഓവർകോട്ട് കണ്ടുപിടിച്ചത് ഏത് ഊളയാണോ? എച്ചോടിനെ കാണാം. ഇവിടുന്ന് എവിടെയാണ് ഉള്ളിൻ്റെ ആണെങ്കിലും പോട്ടാ. നീ വെറുതെ ടെൻഷൻ ആക്കല്ലട്ടാ. ആ എന്തായി? സൈൻ കിട്ടി. കിട്ടിയാ? താങ്ക്സ് മാത്രം പോരാ, ചെലവും വേണം. ആ അതോ ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇയാളെന്ത് പെൺകോന്തനാ? മണ്ടം വേട്ടോളിയൻ. ആർക്കും വേണേലും പണി കൊടുക്കാം. ദേ ആശുണ്ട്, ദേ ആശുണ്ട്. എന്താ പരിപാടി? ഓടാ ഹലോ അപ്പീട്ടാ, അപ്പീട്ടാ. സമയായിട്ടില്ല. ആണോ? അയ്യോടാ പാവം. ബൈ. ചെറുപഴ ഒന്നും കഴിച്ചാൽ മതിയായിരുന്നല്ലേ? അതന്നെ. ഞാൻ നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലേ? അതെ, ഞാൻ നേരത്തെ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. താങ്ക്സ് മാത്രമേ ഉള്ളൂ. എന്ത് താങ്ക്സ്? റെക്കോർഡ് വരച്ച് കഴിഞ്ഞ് ഉമ്മ വരാന്ന് പറഞ്ഞിട്ട്. ഞാനോ? എനിക്കോർമ്മയില്ല. ഏയ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്ത്? പിന്നെ തരാം. ക്ലാസ് തീരുന്നതിന് ലാസ്റ്റ് ദിവസം. അന്ന് എനിക്ക് വേറും വന്നത്. ഇപ്പൊ എനിക്ക് ഇപ്പൊ തരാവേ. ഇവനിപ്പോ ആരായി? ശശി. ഈ ജാതി മുട്ട പണിയിട്ടാണ് നീ പിന്നെയും പ്രേമിക്കാൻ നടക്കണ? അതൊക്കെ കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ എറണാകുളത്ത് ജോലിക്ക് അറിയും. അപ്പൊ ഒരു ആശ്വാസത്തിനുണ്ടായിരുന്ന ലക്ഷ്മിയാണല്ലോ. ഞങ്ങളിങ്ങനെ സംസാരിക്കും, ഫ്രീ ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നി. അല്ല ശരിക്കും തോന്നി. നിന്നെ കണ്ടപ്പോഴേ തോന്നി. നിർത്ത്. അവളിപ്പോ റിപ്ലൈ തന്നെ. അവളെ വിളിച്ചിട്ടൊന്ന് കാണണമെന്ന് പറ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് പറ, അവള് നിന്റെ പിന്നാലെ വരും. വരും. ഇവനുള്ള മാല മുടിച്ചോണ്ട് ഓടേണ്ടി വരും. അപ്പൊ പിന്നാലെ വരും. എൻ്റെ പൊന്നു ബായി, നല്ല രീതിയിൽ ചെന്നാൽ തന്നെ സ്കിപ്പാവുന്ന ടീമാണ് അതൊക്കെ. അപ്പോഴാണ് ഈ കോളേജില്. ഈ ഒരു കോളത്തിന് ഒരു കുഴപ്പമില്ല. ഇത് നല്ല മൂഡാണ്. ചില കാര്യത്തിന് ഈ മൂഡാണ് നല്ലത്. നീ വിളിക്കവളെ, വിളിയവളെ. അല്ലേ? കഴിക്കണ ബെല്ലടിക്കണ്ട. ഹരി. ആ ഹലോ, താൻ എവിടെ ഉണ്ട്? ഞാനിവിടെ മോളിൽ തന്നെയുണ്ട്, എത്നിക് സിറ്റിയിൽ. ഒന്നുമില്ല, തന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. യാ പോരെ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ. ആ ശരി, ഞാൻ കൊണ്ടുവരാം. യാ. അവള് സിനിമ കണ്ടിട്ട് അവിടെ മോളിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ ചെയ്യണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. നിനക്ക് പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയപ്പോഴാണ് എന്നെ നോക്കണത്. അങ്ങനെ പറയാനായിട്ട് നിനക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിനക്ക് എല്ലാ പെണ്ണുങ്ങളും അത്ഭുതമാണല്ലോ അല്ലേ? അപ്പൊ നീ പോയി പറഞ്ഞിട്ടോ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. പോയിട്ടു. പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ചെയ്തോളൂ കേട്ടാ. എല്ലാം ശരിയാക്കണോട്ടാ. ശരി. നന്നായി വരും. ഭായി, നമുക്ക് എങ്ങനെയും നാളെ കൊണ്ടുപോയി പെണ്ണ് കാണിക്കണോട്ടാ. നിനക്ക് എന്ത് ഇത്ര ധൃതി അവനെ പെണ്ണാണിക്കാൻ? ചെറിയ എനിക്ക് കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതാ കള്ള, അതിന്റെ ഇടയിൽ കമ്മീഷൻ അല്ലേ? ചുമ്മാ ഒരു കളി. അതെ, നന്നായിട്ടൊന്ന് ശ്വാസം വിളിച്ചു വിട്ടേ. അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടും. കിട്ടി കേട്ടോ. ആ സൺഗ്ലാസ് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ അവൾ നിന്റെ കണ്ണി നോക്കി വീഴ്ത്തും. ലക്ഷ്മി, ഹരി, എന്താ ഇത്? നീ ആരാന്ന് നിന്റെ വിചാരം? എല്ലാരും ശ്രദ്ധിക്കുന്നു. നിനക്ക് ഫ്ലേർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റിയ പൊട്ടനാണെന്ന് വിചാരിച്ചോ നീ? ഹരിയെ പറ്റി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? ഹരിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? കണ്ണിൽ ലോക്കാവരുത്, കണ്ണിൽ ലോക്കാവരുത്. നീ എന്നെ നോക്കൊന്നും വേണ്ട. നിന്റെ പുറകെ നടക്കാൻ കുറെ ചടച്ച ചെക്കന്മാരുണ്ടാവും. നിനക്ക് എനിക്ക് നിന്നെ വേണ്ട. ഹരി പ്ലീസ്. നീ പോടി. നിന്റെ അച്ഛൻ പറ്റൂന്ന് പോടാ. നാളെ അവരുടെ
പെണ്ണുങ്ങളെ ഇങ്ങനെ ഒളിപ്പിച്ച് മണപ്പിച്ച് നടക്കാനായിട്ട് ആണുങ്ങളെ വേലയാളാനായിട്ട് ഓണ തലയെ കെട്ടി നടക്കാം. ഇപ്പൊ എല്ലാം സെറ്റായി. ഇനി ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് സ്ലോ മോഷനിൽ പോന്നു. ചിരിക്കണ്ടട്ടാ. ഓക്കെ. എന്തായി? ലക്ഷ്മി വിളിക്കുന്നു. കണ്ട വിളിക്കണ്ട. എടുക്കരുത്. നിന്റെ എന്താ ശരിയാവില്ല. അവളുടെ ഒരു ജാട. ഈ പെമ്പിള്ളാരെ മനസ്സെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ബസ് പോലെ. നമ്മൾ കിടക്കുന്ന എത്ര ഓടിയാലും അവർ നിർത്താണ്ട് അങ്ങോട്ട് വിട്ടുകളയും. ചില സ്ഥലത്താണെങ്കിൽ വെറുതെ കിടന്ന് അങ്ങോട്ട് വെയിറ്റ് ചെയ്യും. കണ്ട വിളിക്കണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പറഞ്ഞു. എനിക്ക് വായ തോന്നിയെന്നൊക്കെ പറഞ്ഞു. ഒരു ആശ്വാസമുണ്ട്. അവിടെ കസിൻ ഉണ്ടായിരുന്നു കൂടെ, അവിടെ ഞാൻ കൊടുത്തു നന്നായിട്ട്. അത് മറ്റൊരു ആശ്വാസം. അപ്പൊ ഇനിയിപ്പോ നമുക്കൊന്നും നോക്കണ്ടല്ലോ. എന്നാ അമ്മ പറഞ്ഞ പെണ്ണ് പോയി കണ്ടാലാ? അമ്മനെ വിഷമിപ്പിക്കണ്ട. പോയി കണ്ടേക്ക്. വെറുതെ ചുമ്മാ കണ്ടേക്ക്. ഈ കോലത്തിലൊക്കെ വീട്ടിലേക്കൊക്കെ ചെല്ലാൻ അതിന് കുഴപ്പമില്ല. നമുക്ക് നേരെ വിട്ടടിച്ച് ഈ കാറിന് തന്നെ പോയ പോരെ. കള്ളോടിച്ച് വണ്ടി ഓടിക്കണ്ട. ബസ്സിനോ. ഓക്കെ, എന്നാ പിന്നെ കുളിച്ച് ഫ്രഷ് ആയി അങ്ങനെ പോവാം. ഓക്കെ, ഈ ഫോൺ ഞാൻ പിടിച്ചേക്ക്. നിന്റെ ചിലപ്പോ ഈ ഫോൺ എടുക്കണോ? അത് ശരിയാണ്. വണ്ടി വിട്ടോ. ഓക്കെ, എല്ലാം ഓക്കെ. നമുക്കെല്ലാം സ്റ്റാൻഡിൽ നിന്ന് കയറിയ പോരെ. എന്തിനാണ്? ഒരു മിനിറ്റ്. എല്ലാ വണ്ടി വഴി വന്നെ. പിന്നെ എന്തിനാ സ്റ്റാൻഡിൽ പോണ? വണ്ടി ഒന്നും കാണാനല്ലോ. എന്നിട്ട് എല്ലാ സ്റ്റാൻഡിൽ കയറലട ചിലപ്പോ. ഓക്കെ, ശരി. അതേ വന്ന്. ഹലോ, ഓക്കെ ചേട്ടോ. വണ്ടി നിർത്ത്. നിർത്തണല്ലോ. കട്ട് ചെയ്താ നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ട് സുഖമാണ്. സീറ്റ് കിട്ടിയാൽ മതി. കിട്ടും. ഒരു കസേരട്ട് കയറണം. സീറ്റ് അവിടെ സീറ്റ് ഉണ്ട്. ഇതിലും ബസ്സിലാണോ? ഇതെന്താ കാര്യം? വിട്ടേക്ക്. രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. നിങ്ങൾ കുറച്ചൊരു നിൽക്ക്. സീറ്റിലുള്ള 2 സ്റ്റോപ്പ് വഴി കിട്ടും. തൃശ്ശൂർ. നോക്ക് വേമ്പാ. നോക്ക്. സൂപ്പർ സ്റ്റാർ രജനികാന്ത്. കാണാനല്ലേ നിന്റെ സീറ്റ് ആ ചേട്ടനിരുന്ന സീറ്റാണത്. അങ്ങോട്ടൊക്കെ കൂട്ടുകാരാണ്. തൂങ്ങി നിന്നോ? മനുവിന് പണിയിട്ടില്ല. ആനെന്തിനാണ് ഇയാൾ വിളിച്ചപ്പോ തന്നെ പോയെന്തിനാണ്? സീറ്റും പോയില്ലേ പാവം. തങ്കത്തോണി നിന്മലയോരം ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. ലോക്ക് ചെയ്തായിരുന്നോ? മനു ചേച്ചി നോക്കി ചേച്ചി. എന്തുപറ്റി മോനെ? എന്തുപറ്റി? ഒന്നുമില്ല. എന്തോ വേദനയെന്ന് തോന്നവന്. അതെ, 1000 രൂപ ബാക്കിയോടെ. ഇറങ്ങുമ്പോ തരാ, ചേഞ്ച് ഇല്ല. ഒന്ന് മാറിക്കോ മോനെ. 1000 രൂപ കൊടുത്ത് ഇതുവരെ ബാക്കി തന്നിട്ടില്ല. എവിടെയാ? കടം കൊടുത്താണോ? രണ്ട് തൃശ്ശൂർ. ഞാൻ കുറച്ച് വെച്ചാൽ മറക്കുപോയി. ആണോ? അപ്പൊ എന്റെ ആരെടുക്കും? അല്ല, 3 തൃശ്ശൂർ. അപ്പൊ 330. ചേഞ്ച് ഇല്ലാത്തോണ്ട് അഞ്ചിന്റെ പൈസ ഇല്ലേ കയ്യില്. ടിക്കറ്റ്. അല്ലെങ്കിൽ എടുത്താനെ. ഹലോ ചേട്ടാ, ഡെന്നീസ് ചേട്ടാ ക്യാഷ് ശരിയായിട്ടില്ല. എനിക്ക് ഒരാഴ്ച കൂടി ഗ്യാപ്പ് വേണം ചേട്ടാ. ചെക്ക നീ എന്താ ആളെ കളിയാക്കുവാ? അല്ല ചേട്ടാ, കാശ് എണ്ണി വാങ്ങുമ്പോ നീ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞേ. ഞാൻ പരമാവധി ട്രൈ ചെയ്യാം. പറഞ്ഞ ഡേറ്റിൽ നിന്ന് ഒരു ദിവസം മാറിയാ ചേട്ടാ. മോനെ ഡെന്നിസേ, നിനക്കെന്റെ സ്വഭാവം അറിയാലോ. നീ വിവരം അറിയും ട്ടാ. നമ്മളോടെ കളി. ഹലോ, എന്ത് പറ്റി കാണിയത്? പഴുത്ത് ചീഞ്ഞിരിക്കലാണോ? ഇല്ലല്ല. വെച്ചോ വെക്കണല്ലേ? നല്ലായിരുന്നു. എന്ത് ചെയ്യുന്ന? നമ്മൾ ഈ അല്ലറ ചില്ലറ റിയൽ എസ്റ്റേറ്റും പിന്നെ കുറച്ച് ഫിനാൻസ് പരിപാടികളായിട്ടൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നു പോയി. നമ്മളാ മോട്ടിവേഷൻ സ്പീക്കറാണ്. നിയമസഭാ സ്പീക്കർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ പുതിയ വകുപ്പാ? അതല്ല, പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ
ആത്മവിശ്വാസം കൊടുക്കാന്ന് പറയില്ലേ, ആ പരിപാടിയാണ്. അതാണ് സംഭവം അല്ലേ? നമ്മുടെ മുതലാളിക്ക് അറിയാത്തൊരു വകുപ്പില്ലാട്ടാ. തോന്നി കണ്ട നമ്മളാ വെപ്പാണ് എന്താ പരപ്പാ അല്ലാത് പാചകേ. നമ്മുടെ ഈ നാടൻ സദ്യ ഉണ്ടല്ലോ, നല്ല വേടുപ്പായിട്ട് വയ്ക്കും ഞാൻ. ഓ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ടോളേ. ഇല്ലില്ല. നമ്മുടെ തൃശ്ശൂർ അമ്പസ്വാമിയില്ലേ, അതേമാതിരിയാണ് പാലക്കാടും മനോഹരൻ. ഓ ഞാൻ തന്നെ മനോഹരായിട്ട് വയ്ക്കും ഞാൻ. എവിടെ ഇറങ്ങണ? തൃശ്ശൂര്. ഓ ടിക്കറ്റ് സാറേ ടിക്കറ്റ് കൊടുത്തേ. എവിടെയാ? 2 തൃശ്ശൂര്. 220. എത്രയാ പറഞ്ഞ്? 220. ഒരു 200 രൂപ ഉണ്ട്. ധരിക്കുന്നു അടുത്തോടത്തെ കണ്ടൂല്ലേ? ശരിയല്ലേ? ഓ മാഡം എടുക്കെടുക്ക്. ഹലോ, വി ആർ ഇൻ ജേർണി. നോ പ്രോബ്ലം. We are solve all problems yesterday. Yesterday അല്ല, tomorrow. Tomorrow. Okay, madam. Okay. അല്ലേ? ഹലോ, Nice to meet you. Where are you going? അതിരപ്പള്ളി വാട്ടർഫാൾസ്. അതിരപ്പള്ളി. Okay. Do you know Thrissur Puram? തൃശ്ശൂർ പൂരം. നമ്മുടെ തൃശ്ശൂർ പൂരം ഈസ് വെരി ബിഗ് ഫെസ്റ്റിവൽ. Lot of elephant in തേക്കിങ്ങാട് മൈതാൻ. You know umbrella changing? Yeah. Giving, taking. Umbrella changing, very interesting. Do you know fireworks? Yeah. Fireworks, Nalamit. What's he saying? What is elephant food? What is elephant food? Elephant food? Yeah. Elephant food is patta. Oh. Patta. Okay. What's pata? The patta means പട്ടക്കെന്തോ ഇംഗ്ലീഷ് പട്ടക്കെന്താ പറയാ? ഓലയുടെ പട്ട മതി. കോക്കനട്ട് ലീഫ്. കോക്കനട്ട് ലീഫ്. ഇനി അങ്ങോട്ട് നോക്കണ്ട, ചോദിച്ചു കഴിഞ്ഞാൽ പല്ലുവേനെന്ന് പറഞ്ഞാൽ മതി. മതാമ എന്തെങ്കിലും ചോദിച്ചാ നമുക്ക് പറയാം. ഹലോ, എന്റെ പൊന്ന് വർഗീസേട്ടാ, അതൊന്നൊരു കുഴപ്പമില്ലെന്നേ. നിങ്ങൾ 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് തരൂ. വർഗീസേട്ടന് കാശ് തന്ന ബാങ്കിൽ ഫിക്സഡ് ഇടുന്നതിനേക്കാൾ സേഫ് അല്ലേ? ആ ശരി എന്നാ. ഓക്കെ ട്ടാ, ബൈ. അല്ല മുതലാളി, അപ്പൊ എന്തിനാ ഡെന്നീസിനോട് ചൂടായേ? കേട്ടോ സ്പീക്കറെ, നമ്മുടെ ഈ ഫീൽഡിൽ കളിക്കുമ്പോ ചില കളികളൊക്കെ നമ്മൾ മാറ്റി കളിക്കണം. ചില സ്ഥലത്ത് നമ്മൾ സേതു ആവണം, എന്നാൽ ചില സ്ഥലത്തോ നമ്മൾ സേതുവിന്റെ അളിയനാവണം. ഏത് സേതു? കിരീടത്തിലെ സേതുമാധവൻ. പോലെ നിനക്ക് വർഗീസേട്ടനെ അറിയാലോ. മുട്ടാൻ പോയ പണി പാളും. ആളൊരു ചെക്ക വച്ച നമ്മുടെ ആഫീസാ പൂട്ടും. അവിടെ നമ്മള് സേതുവിന്റെ അളിയനായി. നമ്മുടെ മുതലാളി ഉണ്ടല്ലോ, വേറെ ലെവലാ. ലോ ലെവല്. എന്താ പേര്? ദാനേന്ദ്രൻ. പരീക്ഷക്കാർക്കിടാൻ പറ്റിയ പേര് ദാനേന്ദ്രൻ. ഹലോ, അടുത്ത് എന്താണോ? അതാ മാധവൻ നായരുടെ 12 സെന്റ് സ്ഥലല്ലേ? നിനക്കൊരു പ്രാന്തണ്ട. അതാ പാമ്പുകാവുള്ള പറമ്പാ. അതിപ്പോ വെട്ടി മാറ്റിയിട്ടാ കച്ചവടത്തിന് ഇട്ടിരിക്കണേ. വെറുതെ വേണ്ടാത്തടത്ത് തലയിടാൻ നിക്കട്ടാ. ആ അതാ നല്ലത്. വല്ല മരുന്ന് കൊടുത്താൽ കുറയൂ. അല്ല മുതലാളി, അപ്പൊ ആ സ്ഥലല്ലേ നമ്മള് നോക്കി വെച്ചിട്ടുള്ളത്? പോലെ ഇനി ആ പറമ്പേ ആരും വാങ്ങില്ല. നമുക്ക് പറഞ്ഞതിനും ചവിട്ടി ഒരു 30 അങ്ങോട്ട് മുറിക്കാം. വിളക്കാക്കി തനിക്കാക്കാന്ന് കേട്ടിട്ടില്ലേ പോളെ? വെറുതെ അല്ലാട്ടോ മുതലാളി, മുതലാളിയായത് പഠിച്ചു. കാഞ്ഞ ബുദ്ധിയുള്ള കേട്ടോ. കഷ്ടം. ഇവിടെ ഇരിക്കണോ? ഇവിടെ ഇരിക്കാട്ടോ. നല്ല കാറ്റുണ്ട്. എനിക്ക് തണുക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കും.
ഞാൻ പുറത്തിരിക്കാം. ഓ വേണ്ട. മാറ്റണം. കുഴപ്പമില്ല. കുട്ടിയുടെ പേരെന്താ? സോഫിയ. ഞാൻ സോളമൻ. സോളമനാ? ലാലേന്റെ സോളമൻ അറിയാത്ത ആരുടെ കേരളത്തിലുള്ള ഫാൻസ് അറിഞ്ഞ തല്ലി കൊല്ലൂട്ടാരിയെ. അപ്പൊ തന്റെ ശരിക്കുള്ള പേരെന്താ? മനു. മനു കൃഷ്ണൻ. അല്ലെങ്കിൽ ഈ മനു എന്ന പേരുള്ളവരൊക്കെ പുഷ്പന്മാരാ. കുട്ടിക്ക് കാര്യം മനസ്സിലായി. അത്ര വലിയ കാര്യമൊന്നുമില്ല, ചിരിക്കാൻ കേട്ടാ. എന്താ കുട്ടിയുടെ പേര്? ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഒന്ന് സൂക്ഷിച്ചു നോക്കി. വാര്യമ്പിള്ളിയിൽ മീനാക്ഷി അല്ലേ നീ? അല്ല, എന്ത് പറയുന്നു? ഇവനിങ്ങനെ വെളിപ്പടിച്ചോണ്ടിരിക്കും. അല്ല, എനിക്ക് ശരിക്കും മനസ്സിലായില്ല. എന്നാ ചേട്ടന്റെ പേര് ഞാൻ പറയട്ടെ. ആ. ഹരി എന്നല്ലേ ചേട്ടന്റെ പേര്? അല്ല, തനിക്കെന്റെ പേരെങ്ങനെ അറിയാം? ആ, അപ്പൊ ആളറിയണ്ടല്ലേ ചേട്ടൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് അയക്കണേ. ഞാനോ? എപ്പോ? ഇവൻ അയച്ചിട്ടുണ്ടാവൂട്ടാ. അങ്ങനെ കംപ്ലീറ്റ് അലപ്പ് ഇവന്റെ ഭാഗത്തുണ്ട്. സോഫിക്ക് അയച്ചോ? ഇല്ല. ഏത് സോഫിയുടെ ഐ ഡി? എനിക്ക് ഐഡിയ ഇല്ല. അതെന്താ ഐ ഡി ഇല്ലാത്ത? ഇൻസ്റ്റഗ്രാമിലുണ്ടോ? റേഷൻ കടയില് ലിസ്റ്റിലുണ്ടോ കുട്ടി? തനിക്കിപ്പോ എന്താ വേണ്ടേ? മനൊന്നും മിണ്ടായി. അത് ചിലപ്പോ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടപ്പോ അയച്ചായിരിക്കും. ഓ, അപ്പോ മ്യൂച്വൽ ഫ്രണ്ട്സിന് കണ്ട എല്ലാവർക്കും താൻ റിക്വസ്റ്റ് അയക്കോ? ഏയ്, ചേട്ടൻ എനിക്ക് റിക്വസ്റ്റ് ഒന്നും അയച്ചിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞ. തരാട്ടോ തിണ്ടി.